ഹലോ ഗൈസ്, നമ്മുടെ ബൈക്കിന് ചെറിയൊരു പണി കിട്ടിയ പോലെയുണ്ട്. അതായത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കരകര ശബ്ദം. ഞാൻ നോക്കി കഴിഞ്ഞപ്പം ചെയിൻ ലൂസറായെന്ന് തോന്നുന്നു. അങ്ങനെ ആയാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ നല്ലൊരു ക്യാഷ് പൊട്ടും. സിംഗപ്പൂരിലേക്ക് റിപ്പയറിങ്ങിന് പോയി കഴിഞ്ഞാലേ നമ്മുടെ ട്രൗസർ പൊളിയും. അത്ര വലിയ എമൗണ്ട് വരിക. കാരണം നമ്മുടെ നാട്ടിൽ റിപ്പയറിങ്ങിന് തന്നെ ഒരു 10-20 മടങ്ങൊക്കെ ഇവിടെ കാശ് വരും. അത് സ്പെയർ പാർട്സിനും വരും, സർവീസിനും വരും. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പോൾ ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം. കാരണം ശബ്ദം തുടക്കത്തിൽ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഭയങ്കരമായിട്ട് ശബ്ദം വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നങ്ങ് പോയിട്ട് റെഡിയാക്കാം. ഇല്ലെങ്കിൽ ഇനി അവസാനം വണ്ടി ചിലപ്പോൾ റോഡിലൊക്കെ നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തള്ളിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി വിളിക്കേണ്ടൊക്കെ വരും. അത് പിന്നെ കൂടുതൽ നഷ്ടക്കച്ചവടമാവുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ഓഫ് ഡേ ആണ്. ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ആണ് സിംഗപ്പൂർ. ചൈനീസ് ന്യൂ ഇയർ ആണ് ഈ ചൈനക്കാരുടെ ലൂണാർ ഇയർ ഫെസ്റ്റിവലൊക്കെ സ്റ്റാർട്ട് ചെയ്യണൊരു വർഷം. നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളപ്പിറവി എന്നൊക്കെ പറയില്ലേ, മലയാള മാസം 1-ാം തീയതി എന്നൊക്കെ പറയണ പോലെ വേണമെങ്കിൽ പറയാം. ചൈനയിൽ അവരുടെ ലൂണാർ ഇയർ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതിൻ്റെ ന്യൂ ഇയർ ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യണം. നാളെ മറ്റന്നാൾ എന്താണ് 2 ദിവസം ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പം ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇവിടെ ചില കടകളല്ല ചില കമ്പനികളിലൊക്കെ ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില കമ്പനിക്കാരൊക്കെ പറയും ഇന്ന് വർക്ക് ഫ്രം ഹോം ഇതോളം പറയും. എനിക്കിന്ന് എൻ്റെ ഓഫ് ഡേ ആണ്, അതുകൊണ്ട് എനിക്കിന്ന് വർക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് പോയിട്ട് ഇതങ്ങ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പിന്നെ കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതാലോചിച്ച് പിന്നെ ഡെയിലി വണ്ടി ഓടിക്കേണ്ടി വരും. ഇന്നലെയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ നേരത്ത് ഈ ശബ്ദം അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴും നല്ല രീതിക്ക് ഉറയുന്ന പോലെ തോന്നുന്നു. അതിൻ്റെ അപ്പുറത്ത് ചെയിനില്ലേ, ചെയിൻ്റെ അപ്പുറത്ത് ഒരു കവറുമ്പോൾ നല്ല രീതിക്ക് ഉറഞ്ഞ പാട് കാണാണ്ട്. അപ്പം ഞാൻ വിചാരിക്കണ ചെയിൻ ലൂസായിട്ട് ചെയിൻ അടിക്കണമായിരിക്കണം. അപ്പം അതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പം നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാം. ഞാൻ നല്ല മഴ പെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മഴ ഇല്ലട്ടാ, നല്ല ചെറിയ രീതിക്ക് മഴ തൂളുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു മഴയത്തൊക്കെ വണ്ടി ഓടിക്കണുണ്ട് വലിയ സീനില്ല. എന്നാലും സിംഗപ്പൂർ നല്ല മഴയുള്ള സമയത്ത് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അതായത് നമ്മൾ ചിലപ്പോൾ തെന്നി വീഴാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ബൈക്കിൽ. കാറിൽ പിന്നെയും കുഴപ്പമില്ല, എന്നാലും വിസിബിലിറ്റി ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് കുറയും. സിംഗപ്പൂരിൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വലിയ മഴ അങ്ങനെ ഒന്ന് പെയ്യും, അത് ഒടുക്കത്തെ മഴയായിരിക്കും. അതൊരു 5-10 മിനിറ്റ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചെറിയ മഴയായിരിക്കും, തൂവണ പോലെ. ഇതിപ്പോൾ മഴ തൂളാണ്. ഇത് കുറേ നേരമായി, ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു വീട്ടിൽ. പിന്നെ മനസ്സിലായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോക്ക് കിടക്കില്ല. ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങി. നനഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ കടയ്ക്കല്ല പോകണം. അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയ മഴയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങ് ഇറങ്ങി. ഈ ഭാഗത്ത് വലിയ തിരക്കില്ല. ഇതിപ്പം തിരക്കില്ലാത്ത കാര്യം. ഇപ്പം സമയം 3:30 ആയിട്ടുള്ളൂ. ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഒന്നാമത് കമ്പനികളൊക്കെ 5:30-6 മണി കഴിയുമ്പോൾ വിടുമല്ലോ, ആ സമയത്ത് തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല തിരക്കായിരിക്കും. നമ്മൾക്ക് വീട്ടിലെത്താനായിട്ട് തന്നെ ചിലപ്പോൾ കുറേ നേരം ട്രാഫിക്കിൽ എടുക്കേണ്ടി വരും. ഞാനും പെട്ടെന്ന് ട്രാഫിക് ക്ലിയർ ആവട്ടാം. പക്ഷെ ഇവിടെ വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ പോലെ മാറ്റിയിട്ടിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും നടക്കൂല. ഇവിടെ വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അങ്ങനെ ശരിക്കും പാടൊന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യണം. അവർ വന്നു കഴിഞ്ഞിട്ട് ബാക്കി വണ്ടികൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേറെ ലൈനുകൾ ക്ലിയർ ആണെങ്കിൽ പോവാം. പക്ഷെ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പാർട്സും ഇതൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെ ചെതറൊക്കെ എടുക്കണ്ടാവില്ല റോട്ടിൽ. അതൊന്നും നമ്മൾ തൊടാൻ പാടില്ല. അതൊക്കെ അങ്ങനെ തന്നെ എടുക്കണം. അതായത് പോലീസുകാർ വരില്ലേ, അതുവരെ ആ വണ്ടി അങ്ങനെയൊക്കെ എടുക്കണം. അതിൻ്റെ അകത്ത് ആൾക്കാരെ പുറത്തെടുക്കാനും പാടില്ല. കാരണം നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മിസ് ഹാൻഡ്ലിങ് കഴിഞ്ഞാലേ, അതായത് നമ്മൾ നല്ല രീതിക്ക് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ നേരത്തേക്ക് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ഇഞ്ചുറി സംഭവിക്കുക. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ആംബുലൻസും അല്ലെങ്കിൽ പിന്നെ പോലീസും വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം. അതാണ് ഇവിടുത്തെ നോർമലി ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ നേരത്തേക്ക് നമ്മൾ ലൈനിലേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പയ്യെ ചെറുതായിട്ട് ലൈൻ മൂവ് ചെയ്യും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെയെങ്കിലും വല്ല വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് ലൈൻ ഭയങ്കര ഷോക്കായിരിക്കും. വണ്ടി നീങ്ങില്ല, ലൈനും നീങ്ങില്ല. നമ്മളാണെങ്കിൽ അവിടെ ചിലപ്പോൾ സ്റ്റക്കായി നിന്ന് പോവും. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അടുത്തുണ്ട് ഈ വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഞാൻ പോണ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UB എന്ന് പറയും. UB എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ റിപ്പയർ ചെയ്യാൻ പോണേ. ഈ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് അതൊരു ഏരിയ. നമ്മുടെ ഈ നാട്ടിൽ സ്വർണ്ണക്കടകളുണ്ടെങ്കിൽ സ്വർണ്ണക്കടകളുടെ ഒരു ഏരിയ ഇരിക്കില്ലേ. ഇപ്പോൾ തൃശ്ശൂരുള്ളവർക്കറിയാം. തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ സൈഡിലൊക്കെ
ഒരു സ്വർണ്ണക്കട ഉണ്ടെങ്കിൽ അല്ല ഈ മൊത്തം സ്വർണ്ണക്കടയായിരിക്കും. അതുപോലെ തന്നെ ചേർപ്പ് ഭാഗത്ത് കൃത്യ സ്ഥലം ഓർമ്മയില്ല, പൂച്ചിനിപ്പാടാന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗത്ത് കുറേ ഫർണിച്ചറുകൾ കടകൾ കാണാൻ പറ്റും. അതുപോലെയാണ് ഈ UB എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ പോയി കഴിഞ്ഞാൽ ബൈക്കുകളുടെയും മറ്റേ കാറിൻ്റെ ഒക്കെ റിപ്പയറിങ്ങിൻ്റെ പ്രധാന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഒരു കടയിൽ നിന്ന് എൻ്റെ വണ്ടി മേടിച്ചത് അന്ന് പുതിയത്. അപ്പോൾ ആ കടയിൽ തന്നെയാണ് സർവീസ് ചെയ്യാൻ പോണേ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ കടകൾ കാണാം. അതായത് ഹോണ്ട, പിന്നെ സുസുക്കി, അങ്ങനത്തെ കുറേ ബൈക്കിൻ്റെ വേറെ കുറേ ഷോറൂം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പോണത് എൻ്റെ വണ്ടി എടുത്ത സോൺ ബ്രാൻഡിൻ്റെ അവരുടെ ഏജൻസിക്കാണ്. അപ്പോൾ അവിടെ പോയി ഞാൻ ചോദിക്കണം അവരുടെ അടുത്ത് എന്താ പ്രശ്നം, റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത്. ടൈറ്റനിങ്ങിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വല്ല പാർട്സൊക്കെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇടുക. കിട്ടില്ല വണ്ടി, ഇത് മറ്റേ ബീറ്റിലല്ലേ ഇത്. കൊള്ളാം. ഇതുപോലത്തെ കുറേ വണ്ടികളുണ്ട് കേട്ടോ സിംഗപ്പൂര് വിൻറ്റേജ് വണ്ടികളുടെ കളക്ഷനൊക്കെ ഉള്ള കുറേ ടീംസ് ഉണ്ട്. വിൻറ്റേജ് കാറുകളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അത്രേ ഉള്ളൂ. അവരൊക്കെ മൾട്ടി ബില്യനേഴ്സ് ആയിരിക്കും. കാരണം സിംഗപ്പൂരിൻ്റെ കാറിൻ്റെ വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് കാർ മേടിക്കുന്ന സ്ഥലം സിംഗപ്പൂരാണ്. അതിൻ്റെ ഒരു മെയിൻ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അത് വേറൊരു വീഡിയോയിൽ പറയാം. അത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. നൈസ് ക്ലൈമറ്റ് ഇട്ടാ. നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്, 5.5 കിലോമീറ്റർ കൂടി. തിരക്കാവാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കിംഗ് അവേഴ്സ് ആണല്ലോ, അതായത് കമ്പനികളിലൊക്കെ ഭൂരിഭാഗം പേർക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരക്കുണ്ടാവില്ലെന്ന് വിചാരിക്കാം. തിരക്കുണ്ടെങ്കിൽ കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല, തിരിച്ചു പോയിട്ട് വേറെ ദിവസം വരേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അവിടെ ബൈക്ക് വെച്ചിട്ട് പോകണം. ഞാൻ നോർമലി എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് അവിടെ വയ്ക്കും വർക്കിന് പോണതിന് മുന്നേ. എന്നിട്ട് അവിടെ നിന്ന് ബസ് എടുത്തിട്ട് വർക്കിന് പോവും. എന്നിട്ട് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി എടുത്തിട്ട് വീട്ടിൽ വരും. അങ്ങനെ നോർമലി ഞാൻ സർവീസിന് കൊടുത്തിട്ട് പോവാറ്. അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സർവീസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ഗതികെട്ട നേരമാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ 4-5 മണിക്കൂറൊക്കെ വെയിറ്റ് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ കിട്ടുക. പക്ഷെ എനിക്ക് അങ്ങനത്തെ വലിയ അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ള ഒരു പരിപാടി തീർത്ത് വരും. എന്നാലും ഇന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കണം. കാരണം മാറ്റി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ ട്രക്കിൻ്റെ ബാക്കി ഭാഗം അവിടെ പോയി. ഡെലിവറി ജോബ് ചെയ്യുകയാണെങ്കിൽ ഈ നേരത്ത് ചെയ്യണം. അതായത് വലിയ വെയിലും ഇല്ല, എന്നാൽ പിന്നെ വലിയ തിരക്കുമില്ല, ട്രാഫിക്കും ഇല്ല. ഞാൻ പണ്ട് പോയിരുന്നു കേട്ടോ ഡെലിവറിക്ക് ഇവിടെ. അതായത് പാർട്ട് ടൈം ആയിട്ട് ഡെലിവറിക്കും ഈ ബൈക്കിൽ തന്നെ. നല്ല നൈസ് വൈബാവും. ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേറെ ദിവസം ഇടാം. ഒന്നാമത് ക്യാഷ് ഏൺ ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം പാസ് കൊണ്ട് ചെയ്യാം, കുറേ സ്ഥലം കവർ ചെയ്യാം. ഞാനൊക്കെ ബൈക്കിൽ ഏകദേശം പറയുകയാണെങ്കിൽ സിംഗപ്പൂരൊക്കെ അറൗണ്ട് എല്ലാ ഏരിയയും പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴൊക്കെ പിന്നെ ആ വഴിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ വഴിക്ക് ഞാൻ പണ്ട് വന്നിട്ടുണ്ടല്ലോ ഡെലിവറിക്കെന്നൊക്കെ. ഭയങ്കര നൈസാണ്. അത് ഞാൻ കൂടുതലും പോകാറുള്ളത് നൈറ്റിലാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു 5 മണി 6 മണി വരെ. അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വെയിലുണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ടാവില്ല, ഓപ്പൺ റോഡായിരിക്കും. അപ്പം നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് പോയി കഴിഞ്ഞാൽ കുറേ ടിപ്പ് കിട്ടും. കാരണം നൈറ്റിലെ ഡെലിവറി എന്നൊക്കെ പറഞ്ഞത് ക്രൂഷ്യൽ ഡെലിവറി ആയിരിക്കും. അതായത് അവർക്ക് ചിലപ്പോൾ എന്തായാലും അർജൻറ്റായിട്ട് കിട്ടേണ്ട ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ടിപ്പൊക്കെ തരും. അങ്ങനെ തരുന്നത് ഭയങ്കര ലാഭമാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ചൈനീസ് ന്യൂ ഇയറില്ലേ, ചൈനീസ് ന്യൂ ഇയറിന് ഇവർ അങ്പാവ് കൊടുക്കാൻ പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് പോക്കറ്റ് മണി പോലെ നമ്മുടെ നാട്ടിലെ പെരുന്നാളിനെ കസിൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാശ് തരില്ലേ, അതേ സിസ്റ്റം തന്നെ നമ്മുടെ ഈ ചൈനീസ് ന്യൂ ഇയറിന് ഇവിടെയും ഈ ചൈനീസുകാർ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കും ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ വിസിറ്റിങ്ങിന് പോവും. എന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ ക്യാഷ് കൊടുക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൈമാറും. ഒരു റെഡ് പാക്കറ്റിൻ്റെ അകത്ത്, ആ റെഡ് പാക്കറ്റ് എന്ന് അതിന് പറയാം, ആ റെഡ് പാക്കറ്റിൻ്റെ അകത്ത് ഡോളേഴ്സ് വെച്ച് കൊടുക്കും. അതിന് അങ്പാവെന്ന് പറയാം. അത് ചില കമ്പനിക്കാരില്ലേ, ചില കമ്പനിക്കാർ അവരുടെ തൊഴിലാളികൾ കൊടുക്കാറുണ്ട്. എൻ്റെ കമ്പനിയിൽ ഇതുവരെ കൊടുത്തില്ല കേട്ടോ. എൻ്റെ കമ്പനിയിൽ ആകെ ഓറഞ്ച് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പം എന്താ ഓറഞ്ചിന്നല്ലേ, ഓറഞ്ച് ഇവരുടെ ഭയങ്കര
ഫേമസ് ആയ സാധനം. അത് ഈ ചൈനീസ് ന്യൂ ഇയറിന് ഇവർ ഓറഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. അത് വേറൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അത് ഇനി ഓറഞ്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ചൈനയിൽ നിന്ന് വരുന്ന ഓറഞ്ച് മാത്രമാണ് ഇവർ അതിനു വേണ്ടി ചൂസ് ചെയ്യാന്ന്, അങ്ങനെ എന്തൊരു ധൂണിയുണ്ട്. അതായത് അതെന്താ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എന്തൊരു ഇതാണ്. അപ്പം എൻ്റെ കമ്പനിയിൽ ഓറഞ്ച് മാത്രമേ കൊടുക്കാറുള്ളൂ. ഓറഞ്ച് മേടിക്കുക, വീട്ടിൽ പോവുക, അത് കഴിക്കുക. അത് വേറൊരു വൈബ്. ചില കമ്പനിക്കാർ ക്യാഷും കൊടുക്കും മറ്റേ റെഡ് പാക്കറ്റിൻ്റെ അകത്ത്. ഞാൻ പണ്ട് ബർഗർ കിങ്ങിൽ വർക്ക് ചെയ്യണ സമയത്ത് ബർഗർ കിങ്ങിൽ നിന്ന് ഇതുപോലെ എംപ്ലോയീസിനെ കൊടുക്കും. അത് $10 $20 വെച്ച് കൊടുക്കും. ഈ ഡെലിവറിക്ക് ഇന്നേ ദിവസം പോയി കഴിഞ്ഞാൽ, അതായത് നാളെ മറ്റന്നാളാണ് ഈ ചൈനീസ് ന്യൂ ഇയർ, ഈ 2 ദിവസം പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഇവർ അങ്പാവ് വരും. ചിലപ്പോൾ $50 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യം. ഏതാ വർഷം എന്ന് ഓർമ്മയില്ല, 2023 ഞാൻ കൂടുതലും ഡെലിവറിക്ക് പോയിട്ടുണ്ടായിരുന്നത്. $50 $20 ഡെലിവറി ആയിരിക്കും. പക്ഷെ $50 എൻ്റെ അടുത്ത് വെച്ചിട്ടെന്ന് പറയും കീപ്പ് ചെയ്തോ, എന്നിട്ട് വിഷസൊക്കെ പറയും, ഹാപ്പി ചൈനീസ് ന്യൂ ഇയർ പറയും. അപ്പം ഞാൻ അങ്ങോട്ട് ഹാപ്പി ചൈനീസ് ന്യൂ ഇയർ പറയും. അതൊരു വീട്ടുകാർ മാത്രമൊന്നുമല്ല കേട്ടോ, എനിക്ക് കുറേ സ്ഥലത്ത് ഞാൻ കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു വൈബ്. പക്ഷെ എനിക്ക് നാളെയും മറ്റന്നാളും ഡെലിവറിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും എനിക്ക് ഓവർ ടൈം വർക്ക് കിട്ടി. അതായത് എൻ്റെ കമ്പനിയിലുണ്ടായിരുന്ന 2 പേര്, 2 പേരല്ലല്ല, ഒരുത്തൻ ചൈനീസുകാരനാ. അപ്പോൾ പുള്ളിക്കാരൻ ചൈനീസ് ആയതുകൊണ്ട്, ചൈനീസ് ന്യൂ ഇയറും ആള് ചൈനീസ് ആയതുകൊണ്ട് ലീവ് എടുത്തേക്കുക. അപ്പോൾ ആളെ കവർ ചെയ്യാനായിട്ട് ഞാൻ പോകണം നമ്മുടെ സ്ഥലത്തറയി. അപ്പോൾ ആളെ കവർ ചെയ്യാൻ വേണ്ടി പോണോണ്ട് എനിക്ക് നൈറ്റ് വർക്കിന് പോകണം. അപ്പം പകലിരുന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഡെലിവറിക്ക് പോയിരുന്നു. ശബ്ദം നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. പാർട്സ് ഒന്ന് മാറ്റാൻ പറയായിരുന്നാൽ മതി. പാർട്സ് മാറ്റാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടി. ബൈക്കിന് തന്നെ ഇവിടെ ഭയങ്കര മെയിൻ്റനൻസ് കേട്ടോ. അതായത് ഒരു പാർട്സൊക്കെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ കാറിൻ്റെ ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും എന്നുള്ളത്. കമ്പയർ ചെയ്യാനായിട്ട് എനിക്കൊരു സാധനത്തിൻ്റെ വില ഓർമ്മയില്ല. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് തന്നായിരുന്നു എത്രയാവുന്നുള്ളത്. നമ്മളിങ്ങനെ നിർത്തി കൊടുക്കണം കേട്ടോ സീബ്ര ക്രോസിൽ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫൈൻ കിട്ടും. നമ്മളങ്ങനെ UP എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ കൂടുതലും ഈ വണ്ടികൾ റിപ്പയറിങ് ആയിരിക്കും. നമുക്ക് ഞാനിപ്പോൾ ഇതിനെ കാണിച്ചു തരിക, നോക്കട്ടെ കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ലെഫ്റ്റിൻ്റെ റൈറ്റിലൊക്കെ ഞാൻ പോകുമ്പോൾ പഴയ വണ്ടികളൊക്കെ എടുക്കാൻ കാണാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു റിപ്പയറിങ്ങിൻ്റെ ഒരു വെയർ ഹൗസിൻ്റെ അകത്തേക്ക് കയറ്റി വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നമ്മുടെ സ്ഥലം ഓൾമോസ്റ്റ് എത്തി. ചൈനീസ് ന്യൂ ഇയർ ആണെങ്കിൽ പറയാൻ പറ്റില്ല. കടയിലെങ്കിൽ ആളില്ലെങ്കിലേ അതിനും സമയം എടുക്കും. കാരണം ഇന്ന് തിങ്കളാഴ്ച, ഇത് ലോങ് വീക്കെൻഡ് ആവും. അപ്പോൾ അതായത് ശനി ഞായർ, അതായത് വെള്ളിയാഴ്ച വർക്ക് കഴിഞ്ഞാൽ ശനി ഞായർ ഓഫ്, തിങ്കളാഴ്ച ഇന്നൊരു ലീവ് അവരെടുത്തു കഴിഞ്ഞാൽ ചൊവ്വയും ബുധനും പബ്ലിക് ഹോളിഡേ ചൈനീസ് ന്യൂ ഇയറിന്. അങ്ങനെ മൊത്തം 5 ദിവസം ലീവ് കിട്ടും. അങ്ങനെ ലീവ് ആരെങ്കിലും അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് സർവീസ് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ ലീവ് ആരും എടുത്തിട്ടില്ലെങ്കിൽ ഭാഗ്യം നമുക്കൊരു 1 മണിക്കൂറിനുള്ളിൽ പരിപാടി തീർത്ത് വീട്ടിൽ പോവാം. ഫോണിൻ്റെ ആപ്പിൻ്റെ അകത്ത്
മാപ്പിൽ പോലീസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ എവിടെയാണുണ്ട്, എവിടെയാണാവോ? ഓ, നല്ല രീതിക്ക് ചെയിൻ അടിക്കണ്ടെന്നേ. ഞാൻ ഈ മൈക്കല്ല, ക്യാമറ ഒന്ന് ഞാൻ താഴ്ത്താം, ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴേ അവർക്ക് പണിയെടുക്കാൻ പാടായിരിക്കും. ഓക്കെ, സെറ്റായി. ചിലപ്പോൾ അവർ ബൈക്ക് പൊന്തിച്ച് കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടിക്കും. ഇത് ക്യാമറയിൽ വന്നിട്ട് ചിലപ്പോൾ അവരുടെ ടൂൾസൊക്കെ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നഷ്ടം ചിലപ്പോൾ നമുക്ക് മാത്രമായിരിക്കും. ഇതിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത്. ഈശ്വര, കടയുടെ പിന്നിക്കാണ് നമ്മൾ പോണേ. ഈശ്വര, ഇന്ന് കട അടവാണല്ലോ. അടിപൊളി. അപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇന്ന് കട അടവാണ്. അപ്പോൾ പരിപാടി അങ്ങ് മുഞ്ചി. പക്ഷെ ഇപ്പം എന്ത് ചെയ്യുന്നുള്ളതാണ്. എത്ര ദിവസത്തേക്ക് ലീവ് നോക്കിയോട്ടെ. ടു ഓൾ അവർ വാലിഡ് കസ്റ്റമേഴ്സ് വി വിൽ ബി ക്ലോസ്ഡ് ഫ്രം 15th February, അതായത് ഇന്നലെ തൊട്ട് 19 വരെ. ഔ, 20 ഉറക്കുള്ളൂ. എൻ്റെ പിന്നെ വരെ പുതിയ വണ്ടികളൊക്കെ കൂടി ഇരിക്കണ്ടല്ലോ. ശേ, മുട്ടൻ പണി ആവോ. പിന്നെ എന്തായാലും ക്യാമറ പൊക്കാം, കുറേ പണിയില്ല. അപ്പം നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഇന്ന് എന്തായാലും പണി നടക്കില്ല. വീട്ടിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇല്ല, ഇത് മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താ. ഒന്ന് വിളിച്ചു നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കണില്ലല്ലോ, ഇന്ന് നോർമലി വർക്കിംഗ് ഡേ ആണ്, ഇന്ന് പബ്ലിക് ഹോളിഡേ അല്ല. പക്ഷെ അവർ അവരുടെ സ്വന്തം റിസ്കിൽ ഇന്ന് ഓഫ് ഡേ കൊടുത്തേക്കാണ്. അവരവരെ ചൈനീസ് ന്യൂ ഇയർ എൻജോയ് ചെയ്യട്ടെ. ഓ, നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് കയറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് എവിടെയെങ്കിലും, അതായത് ഉപയോഗിക്കാതെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം കൂടാനുള്ള ചാൻസേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേറെ കട കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലായിടത്തും അടവായിരിക്കും ചിലപ്പോൾ.
അപ്പം പിന്നെ അവിടെ പോയിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ വേറെ ദിവസം വരാം. അപ്പം അന്നത്തെ വീഡിയോ ഞാൻ ഇടാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇടും, അന്നത്തെ വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഇന്നിവിടെ ഭയങ്കര ശാന്തതയാണ്. കാരണം ലീവായതുകൊണ്ടേ, അതായത് ഇവിടെ ഇപ്പം ഈ പണിക്കാരൊക്കെ പോകുന്നുണ്ടല്ലേ, ഇവരൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീംസ് ആയിരിക്കും ഈ അണ്ണന്മാർ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ ഓണേഴ്സ് ചൈനക്കാരായിരിക്കും, ചൈനീസ് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കമ്പനി ചൈന കമ്പനിക്ക് ആയിരിക്കും. അപ്പോൾ അവർക്ക് ലീവ് കൊടുത്തേക്കായിരിക്കും ഉച്ചയ്ക്ക് ശേഷം, അതായത് ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതാണ് ഇപ്പം ഉണ്ടായേക്കണേ. ജോലിക്കാരെ കൊണ്ടുപോകണ്ടില്ലേ, ഭയങ്കര കഷ്ടപ്പെട്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെയല്ല കൊണ്ടുപോകാറ്. ചില ആൾക്കാരൊക്കെ മറ്റേ വോൾവോ ബസ്സിൽ കൊണ്ടുപോകാറുണ്ട്. ഇവർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇവർക്ക് ഈ വണ്ടിയിലായിരിക്കും ഇവരുടെ എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുകൊണ്ട് വരിക. അതുകൊണ്ടാണ് ഇവരെന്നെ ഈ വണ്ടിയിൽ കൊണ്ടുപോകണേ. പക്ഷെ ചില ആൾക്കാരെ, അതായത് ചില കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ അവരാൾക്കാരെ കൊണ്ടുപോകാറുള്ളത് വോൾവോ ബസ്സിലേക്കാണ്. അത് ഡിപ്പെൻസ്. അതിപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക. പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ കുറേ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഈ വണ്ടികൾ ഓടിക്കണ നേരത്ത് ചിലപ്പോൾ വേറെ വല്ല വണ്ടിയും പിന്നെ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇതിന് കവറിങ് ഭയങ്കര കുറവാണല്ലോ. കവറിങ് കുറവായതുകൊണ്ട് തന്നെ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് അങ്ങനെ മരിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ അതിനെ പറ്റിയിട്ട് ഒരു MP ആക്ച്വലി ഇപ്പോഴത്തെ എന്താ പറയുക, പാർലമെൻറ്റ് എന്നൊക്കെ പറയാം, ആ സംഭവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ കുറേ റെക്കോർഡ്സൊക്കെ ആയിട്ട് പോയിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പിന്നെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ട്രാഫിക് പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് നമ്മളെ കണ്ടില്ല. അല്ല, നമ്മൾ ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മുടെ നാട്ടിലേക്ക് ഇറക്കന്മാരെന്നല്ല പറയാ. ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ അടിച്ച് കിട്ടും. നമ്മുടെ നാട്ടിലത്തെ പോലീസുകാരൊക്കെ അത് എൻജോയ് ചെയ്യും. ഇവിടുത്താരനെ എൻജോയ് ചെയ്യാൻ നിൽക്കില്ല. ഫൈൻ അടിച്ച് കഴിഞ്ഞാലേ അടച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ജോലിക്കാരെ മൊത്തം കൊണ്ടുപോകണത്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഞാൻ ഇന്നലെ എവിടെ പോയപ്പോഴാണ്, ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു ബസ്, വോൾവോ ബസ്സില്ലേ, നമ്മുടെ നാട്ടിലത്തെ വോൾവോ ബസ്സും. ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ് എന്നൊക്കെ പറയണത് മൊത്തം AC ആയിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ AC നോൺ AC ഒന്നുമില്ല. ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ടിങ് വണ്ടിയും AC ആയിരിക്കും ആ ബസ് പോലത്തെ സംഭവത്തിൽ. അപ്പോൾ ആ ബസ്സിൽ കമ്പനിയിൽ നിന്ന് അവരുടെ താമസ സ്ഥലത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ബസ്സാണ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യണത്. പക്ഷേ ചില കമ്പനിക്കാർ ഇതുപോലത്തെ എന്താ പറയുക, പിക്കപ്പ് വണ്ടിക്കാണ് കൊടുക്കുക. പിക്കപ്പ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇപ്പം നേരത്തെ കണ്ടില്ലേ കമ്പി അടിച്ചുള്ള വണ്ടി, അതായത് നമ്മുടെ നാട്ടിലത്തെ ലോറിയൊക്കെ SC ലോറി, അതുപോലത്തെ ലോറിയിൽ പിന്നിലിരുത്തിട്ട് കൊണ്ടുപോകാം. അതിൽ ലിമിറ്റൊക്കെ ഉണ്ട്, ലോയും കാര്യങ്ങളൊക്കെ ആ വണ്ടിക്ക് വേണ്ടി 24 പേര് 11 പേര് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാകും വണ്ടിയുടെ പിന്നിൽ. അത്രയും പേരെ മാത്രമേ ആ വണ്ടിയിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നിൽ സെക്യൂരിറ്റി ഭയങ്കര കുറവല്ലേ, അതായത് ഓപ്പൺ അല്ലേ, ഭയങ്കരമായിട്ട് ഇഞ്ചുറീസും സംഭവിക്കും. അതൊക്കെ മാറുമെന്ന് വിചാരിക്കാം. എന്തായാലും അതൊക്കെ മാറുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ടണലിൻ്റെ അകത്തേക്ക് കയറുക. ഈ ടണൽ 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ.
ടണലിൻ്റെ അകത്തും സ്പീഡ് ലിമിറ്റ് ഉണ്ട്. സിംഗപ്പൂരിലെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? സിംഗപ്പൂരിലെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 90 മാക്സിമം. അതായത് ഏതെടുത്ത് കഴിഞ്ഞാലും മാക്സിമം കിട്ടുന്ന സ്പീഡ് ലിമിറ്റ് 90. ഇപ്പം ഈ ടണലിൻ്റെ അകത്ത് സ്പീഡ് ലിമിറ്റ് 80. 80 മേലെ പോയി കഴിഞ്ഞാൽ ക്യാമറ അടിക്കും, ഫൈൻ കിട്ടും. പിന്നെ എക്സ്പ്രസ് വേയിൽ 90 മേലെ പോയി കഴിഞ്ഞാലും ഫൈൻ കിട്ടും. ക്യാമറ ഉള്ളടത്ത് ഇട്ടാം. ക്യാമറ ഇല്ലാത്തടത്ത് ട്രാഫിക് പോലീസുകാർ അവരുടെ ക്യാമറ പിടിച്ചൊക്കെ ഉണ്ടാവും വണ്ടിയിലൊക്കെ ആയിട്ട്. അങ്ങനെ പിടിച്ചാലും ഫൈൻ കിട്ടും. ഇത് വലിയ ദൂരമൊന്നുമില്ല കേട്ടാ, എനിക്ക് തെറ്റിയതാ. ആകെ 2 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടണലിൽ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഹാപ്പിനെസ് എപ്പോഴാണെന്നറിയോ? ഈ ടണലിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഈ എക്സിറ്റിലോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പം നമ്മൾ എക്സിറ്റിലോട്ട് എടുക്കാറായി. എക്സിലോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തണുപ്പ നമുക്ക് ഫീൽ ചെയ്യും. ഒരു കിടിലൻ തണുപ്പാ, കിടിലൻ തണുപ്പാ. ഈ തണുപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതിപ്പോൾ ഇത് ടണൽ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ പഠിക്കാൻ പോകുന്ന ടൈമിൽ, ഡിഗ്രി എടുക്കാൻ പോകുന്ന ടൈമിൽ ഈ ടണൽ വഴിയാണ് ഞാൻ CBD സെൻട്രൽ ഏരിയയ്ക്ക് പോവുക. അതായത് സിംഗപ്പൂരിൻ്റെ സെൻട്രൽ പാർട്ടായ ആ ഭാഗത്തേക്ക്. അവിടെയായിരുന്നു എൻ്റെ കോളേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ടണൽ കൂടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 8 കിലോമീറ്റർ എന്താ പോകണം. നമ്മൾ പോയി അറ്റത്തെത്തുമ്പോണ്ടല്ലോ നല്ല ചൂടായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിലും കുറേ വണ്ടികൾ ഓടണമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. അത് എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് എടുക്കും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുത്ത കാറ്റ് രക്ഷയും പറയില്ല. നമ്മുടെ മുന്നിൽ പോണ വണ്ടിയുടെ ഒരു അവസ്ഥ നോക്കിയ ബസ്സിൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വണ്ടി, അതായത് ഇത്രയ്ക്കും വൃത്തികേടായ ഒരു വണ്ടി ഞാൻ സിംഗപ്പൂർ കാണുന്നത്. നോക്കിയോട്ടെ എന്താ വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത്. ഓ, ഈ വണ്ടി സൈഡ് ചെറിഞ്ഞിട്ട് പോണേ. അതിൻ്റെ ആക്സിഡന്റ് എന്താ പറ്റിയിട്ടുണ്ട്? അത് സൈഡ് അലൈൻമെന്റ് പോയിട്ട് സൈഡ് കവർ ചെയ്താ പോണ വണ്ടി. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഇത്രയും വൃത്തിയായ ഒരു വണ്ടി കാണുന്നത്. എന്തുണ്ടായിരുന്നു, പോയ കാര്യം നടന്നില്ല. അതാണ് ഇപ്പൊ ഉണ്ടായ ഒരു സംഭവം. തിരികഴിഞ്ഞ വേറൊരു എന്താ പറയുക സ്പീഡ് ക്യാമറ ഉണ്ട് കേട്ടോ. ഇത് പണ്ട് എനിക്കറിയില്ലായിരുന്നു. പണ്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്ന് കാണിക്കും, പക്ഷെ എവിടെ ക്യാമറ വെച്ചോണെന്ന് അറിയാതെ ഞാൻ വിചാരിച്ചത് വെറുതെ വെച്ചാണ്. ചില ഏരിയകളിൽ ക്യാമറ സൂൺ ചെയ്തിട്ട് ക്യാമറ വെക്കാറില്ല. അടുത്താണ് മനസ്സിലായത് ഒരു ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം. ഇവിടെ ലിമിറ്റ് എത്രയായിരുന്നു മറന്നുപോയി, 60 തോന്നുന്നുണ്ട്. അപ്പൊ കാണാൻ പറ്റും. ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇതാണ് ക്യാമറ. ഈ ക്യാമറയെ ലൊക്കേഷൻ മാറ്റാൻ പറ്റും. അതായത് ഇത് പോർട്ടബിൾ ക്യാമറയാണ്. പെർമനന്റ് ക്യാമറകളുണ്ട്, പോർട്ടബിൾ ക്യാമറകളുണ്ട്. ഈ പോർട്ടബിൾ ക്യാമറ ഇവരെ എന്താ പറയുക മാറ്റിക്കൊണ്ടിരിക്കും. അതായത് പല ഏരിയകൾക്കനുസരിച്ച് ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ പോണത് എൻ്റെ പണ്ടത്തെ വീടുണ്ടായിരുന്ന ഏരിയ കൂടി കേട്ടോ. പണ്ട് ഞാൻ ഈ ഭാഗത്തായിരുന്നു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല കിടിലൻ ഏരിയ ആയിരുന്നു. ഞാനിപ്പോഴും താമസിക്കുന്നത് ഈ ഏരിയയുടെ അടുത്ത് തന്നെ. പക്ഷേ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കിടിലൻ വൈബാ. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ. ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് കിടിലൻ വൈബാ. ഇതിവിടെ ഒരു റെഡ് ലൈറ്റ് ക്യാമറ ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഇടിക്കും. ഇവിടെ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് എടുത്തിട്ട് പെട്ടിക്കകത്ത് വെക്കാനുള്ളതാണ് റൂള്. അതൊന്നുമില്ല. റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാനാണ്. 1 വർഷത്തേക്ക് എന്തോ നമ്മുടെ ലൈസൻസ് ബാൻ ചെയ്യും. പിന്നെ നമുക്ക് ലൈസൻസ് ഉപയോഗിക്കാൻ പറ്റില്ല 1 വർഷത്തേക്ക്. 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വലിയ സീനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ റെഡ് ലൈറ്റും
എന്തിന് സീബ്ര ക്രോസ് വരെ ക്രോസ് ചെയ്ത് ഒരു തേങ്ങ ഉണ്ടാവത്തില്ല. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് വണ്ടി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലാഷ് അടിക്കും. നമ്മുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് അവർ സസ്പെൻഡ് ചെയ്യും. നല്ല കാര്യം. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു കഴിഞ്ഞാലും പിന്നെ എന്തോ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി കൂടും. ഫൈനും പെനാൽറ്റി കുറച്ചുകൂടി കൂടും. ഇപ്പോൾ റീസെൻ്റ് ഇവിടുത്തെ ഫൈനും പെനാൽറ്റിയൊക്കെ നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട്. അതായത് ഓരോ വർഷം ഒരു കൂട്ടും ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഇക്കൊല്ലം നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 90 km/h ലിമിറ്റ് എന്ന് പറഞ്ഞ എക്സ്പ്രസ് വേയിൽ. നമ്മുടെ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 km മേലെ പോയി കഴിഞ്ഞാൽ ഒറ്റ ഫൈനല്ലേ. സിംഗപ്പൂർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 km മേലെ ഇപ്പോൾ പോയി, ഇപ്പോൾ 90 എന്ന് പറയുമ്പോൾ 110 താഴെ പിടിച്ചെന്ന് ഇരിക്കുക, അതിന് വേറൊരു ഫൈനാണ്. ഈ 110 മേലെ പോയി, അതായത് 120 താഴെ, അതിന് വേറെ ഫൈന്. 130 മേലെ താഴെ പോയി കഴിഞ്ഞാൽ അതിന് വേറെ ഫൈന്. 140 താഴെ പോയി കഴിഞ്ഞാൽ വേറെ ഫൈന്. അതായത് 90 മേലെ പോയി കഴിഞ്ഞാൽ ഒറ്റ ഫൈൻ എന്നുള്ളതല്ല, നിങ്ങൾ എത്ര സ്പീഡിൽ ഓടിച്ചെന്നനുസരിച്ചിട്ടാണ് ഇവിടെ ഫൈൻ വരിക. നല്ല കാര്യം. അങ്ങനെ ഓടിക്കേണ്ട സ്ഥലമൊന്നും സിംഗപ്പൂരില്ല. ആകെ കുറച്ച് സ്ഥലമുള്ളൂ സിംഗപ്പൂർ ഓടിക്കാനായിട്ട്, വണ്ടി ഓടിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചില കഴപ്പന്മാർ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കും, അപകടങ്ങളുണ്ടാവും. എന്താ പറയുക, അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഇന്നലെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഒരു പുള്ളി ശ്രദ്ധിക്കാതെ എൻ്റെ ലൈനിലോട്ട് പുള്ളി വണ്ടി ലൈൻ ചേഞ്ച് ചെയ്തു. ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു, കാരണം പുള്ളി അത്രയ്ക്കും ചേർത്തിട്ട വണ്ടി ടേൺ ചെയ്തേ. ഞാൻ അപ്പോൾ തന്നെ ഹോൺ അടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പേടിച്ചിട്ട് പുള്ളിയുടെ ലൈനിലേക്ക് ഒരു ഒറ്റ തിരിക്കില്ലേ. അത്രയും തിരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി അപ്പുറത്തെ കാനേക്ക് കൊടുക്കും. കാരണം പുള്ളി അത്രയും പേടിച്ച് ഒന്നാമത്തെ കാര്യം. പിന്നെ വണ്ടിയൊക്കെ ഇടിച്ച് അശ്രദ്ധ കൊണ്ടൊക്കെ ഇവിടെ വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈന് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഒരു 2 ആഴ്ച മുന്നേ അങ്ങോട്ട് ഇവിടെ ഒരു വണ്ടി ഇടിച്ചിട്ട് ഇന്ത്യനേഷൻ അങ്ങോട്ട് ഒരു കൊച്ചു മരിച്ചു. അത് ഭയങ്കര സാഡായിരുന്നു. അത് ഡ്രൈവറുടെ അശ്രദ്ധയായിരുന്നു എന്നാണ് പറയണത്. ഞാൻ മൊത്തം വായിച്ചില്ല, പക്ഷെ കേട്ടിടത്തോളം അത് ഡ്രൈവറുടെ അശ്രദ്ധയായിരുന്നു. അവിടെ ഒരു ടേൺ എടുക്കാൻ പാടില്ലെന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരി ശ്രദ്ധിക്കാതെ ടേൺ എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന് പോയിരുന്ന ഫാമിലി ആയിരുന്നു അവർ. അച്ഛനും അമ്മയും മോളും ആയിരുന്നു തോന്നുന്നു. 3 പേരായിരുന്നു തോന്നുന്നു. ആ 3 പേരിൽ മോളേനെയും അമ്മേനെയും വണ്ടി ഇടിച്ചു. മോളപ്പം തന്നെ മരിച്ചെന്ന് പറഞ്ഞു. അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. എന്താ പറയുക, അങ്ങനെ അശ്രദ്ധ കൊണ്ട് അപകടം ഉണ്ടാവണത്. അതുകൊണ്ടാണ് ഇവിടെ ഫൈനും കൂട്ടണത്. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ലൈസൻസൊക്കെ ചിലപ്പം എത്ര കൊല്ലത്തേക്കെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു പീരീഡ് ഓഫ് 10 ഇയറിലൊക്കെ ചിലപ്പോൾ ബാൻ ചെയ്യും. അതിനൊപ്പം പണിഷ്മെൻറ്റ് വേറെ കിട്ടും, പെനാൽറ്റിയൊക്കെ. അങ്ങനെയാണ് സിംഗപ്പൂരൊക്കെ കുറച്ച് പാടാ. എന്താ പറയുക, ഫൈൻ്റെ കാര്യത്തിൽ. ഇതാരും അറിയുന്നില്ലെന്നുള്ളൂ. ആരറിയാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ട് ഞാൻ പറയാം. കാരണം ഇവിടെ വണ്ടി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. അതായത് വണ്ടി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കൂടുതലാണെന്നല്ല, കുറവാണ്. അതായത് നമ്മുടെ മലയാളികളൊക്കെ ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞിട്ടാ കുറേ റിച്ചായ മലയാളികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് അവരുടെ ലൈഫായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ UAE വണ്ടിയുള്ള കുറേ മലയാളീസ് ഉണ്ട്. UAE വണ്ടി മേടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളല്ല, വലിയ വിലയൊന്നും ഉണ്ടാവില്ല. സിംഗപ്പൂർ അങ്ങനെയല്ല. എന്താ പറയുക, വണ്ടിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു സംഭവമാണ്. ഞാൻ മറ്റേ കാനഡയിലൊക്കെ കേൾക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ $3000 $4000 കാർ എടുത്തുന്നുള്ളത്. ഇവിടെ $2000-3000 കാറ് പോയിട്ട് ഒരു ബൈക്ക് പോലും മേടിക്കാൻ കിട്ടില്ല. പുതിയത് കിട്ടാ, പഴയത് കിട്ടിയാൽ തന്നെ അതൊക്കെ ഒരു 1-2 വർഷമൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അത്രയ്ക്കും വാലിഡിറ്റിയുള്ള ബൈക്കേ കിട്ടുള്ളൂ. ഈ $4000 $3000 കാറൊക്കെ മേടിക്കണമെങ്കിൽ എന്താ പറയുക, പുതിയത് മേടിക്കണമെങ്കിൽ കോടികൾ ചിലവാണ്. ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാം എന്തായാലും. അതൊരു ഭയങ്കര വലിയൊരു എക്സ്റ്റൻഷനുള്ളൊരു ഭാഗമാണ്. നമ്മളങ്ങനെ ഏകദേശം അടുക്കാറായി വീട്ടിലോട്ട്. മഴക്കാലം കണ്ടില്ലേ, മഴ പെയ്യ എപ്പോൾ വേണമെങ്കിലും.
ഈ റോഡ് പുതിയ റോഡാട്ടോ. പണ്ട് ഈ റോഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ റോഡ് ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഞാൻ എന്താ പറഞ്ഞു വന്നേ? മറ്റേ ഫൈൻ്റെ കാര്യമൊക്കെ UAE പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ. ഇവിടെ ഭയങ്കര ഫൈനാ, അതിന് ഫൈൻ ഇതിന് ഫൈനാ. ഇവിടെയും ഫൈനൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഫൈനൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആൾക്കാരങ്ങനെ മലയാളീസ് അങ്ങനെ വീഡിയോസ് ഇടുന്നവരും അതുപോലെ തന്നെ കാർ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ കുറവാണ്. ഹോൾഡ് ചെയ്യുന്നവരെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അവരങ്ങനെ വീഡിയോസൊക്കെ ഒന്നും ഇടാറില്ല. അപ്പം അങ്ങനെ നമുക്ക് അത്ര നോളജ് അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പറയാം, നല്ല ഫൈൻ കിട്ടും ഇവിടെ. ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്താൽ തന്നെ നല്ല ഫൈൻ കിട്ടും. ആദ്യൊരു വാണിംഗ് കിട്ടും നമുക്ക്. അത് വാണിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്ത് തന്നെ. അത് ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്യാന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു, ഞാൻ ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്യുന്നുള്ളത്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാർക്ക് ചെയ്ത സ്ലോട്ടില്ലേ, ബൈക്കിൻ്റെ സ്ലോട്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു റെഡ് കോൺ വെച്ചിട്ടുണ്ടായിരുന്നു. കോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി നടക്കുമ്പോൾ അങ്ങോട്ട് എൻട്രി പാടില്ല എന്നിട്ടൊരു കോണില്ലേ. പക്ഷെ ആ കോണ് നോക്കുമ്പം എനിക്ക് നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ ബൈക്ക് ആക്ച്വലി. അപ്പം ഞാൻ വിചാരിച്ചു ബൈക്ക് പാർക്ക് ചെയ്യാൻ കുഴപ്പമില്ലായിരിക്കും, വേറെ വണ്ടികൾ അതിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യണമെന്നായിരിക്കും ഉദ്ദേശിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തു. ഞാൻ ഇപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ ഒരു സ്ലിപ്പ് ഇരിക്കണു, അതായത് ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു, എന്നിട്ട് ഞാൻ അപ്പീൽ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വിചാരിച്ച് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതല്ല, പക്ഷേ ഞാൻ അഡ്മിറ്റ് ചെയ്യണു, എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം അതിൻ്റെ അപ്പുറത്ത് അവിടെ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് 2 സ്ലോട്ടിൽ, കാറിൻ്റെ സ്ലോട്ടിൽ. അപ്പോൾ ആ കാറിൻ്റെ സ്ലോട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് അവിടെ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഈ ഒരു ബൈക്കിൻ്റെ സ്ലോട്ടും കൂടി അവർ ഒരുമിച്ച് ഈ കോണ് വെച്ചതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ അത് വേവ് ചെയ്ത് തരാം, പക്ഷേ അടുത്ത സമയം നെക്സ്റ്റ് ടൈം ഇങ്ങനെ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പം ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഫസ്റ്റ് വാണിംഗ് ആണ്. ഇനി എന്തുണ്ടായി കഴിഞ്ഞാലും വാണിംഗ് വേവ് ചെയ്ത് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇനി സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ എത്താറായിട്ടാണ്. അത് നേരെ കാണുന്ന ആ ഒരു കാർ പാർക്കില്ലേ, അതല്ലേ, അതല്ല, അതിൻ്റെ അപ്പുറത്തെ കാർ പാർക്കിലാണ് എൻ്റെ വീട്. ഈ ലെഫ്റ്റിൽ കാണുന്നത് മൊത്തം ലാൻഡർ പ്രോപ്പർട്ടി കേട്ടോ. ലാൻഡർ പ്രോപ്പർട്ടിയുടെ ഒക്കെ വില ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അല്ല മില്യൺ സിംഗപ്പൂർ ഡോളറൊക്കെയാണ്. എത്ര 10 മില്യൺ, 15 മില്യൺ, 20 മില്യൺ സിംഗപ്പൂർ ഡോളർ. 20 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ 200 ലക്ഷം സിംഗപ്പൂർ ഡോളറേ. 200 ലക്ഷം പിന്നെ. നിങ്ങൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഫ്ലാറ്റിന് തന്നെ ഉണ്ട് എത്ര പറയുക 700K. പോവാത്ത പുള്ളി. മഴ ഇപ്പം തന്നെ പെയ്യാനുള്ള വലിയൊരു സാധ്യത കാണുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ്. 700K ആയിട്ടപ്പോൾ അവിടുത്തെ വീടുകളുടെ വില എന്നൊക്കെ പറയണത്. വീടുകളുടെ വില കൊറോണ കഴിഞ്ഞാൽ കൂടിയിട്ട് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. 700K എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എത്രയാവും ഇന്ത്യൻ മണിയിലോട്ട്? 700K എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഞാൻ കയറ്റാം തെറ്റുണ്ടെങ്കിൽ. 14 കോടി തന്നെയാണ് ഒരു വിശ്വാസം. അത്രയും വലിയ എമൗണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ആൾക്കാർ വീട് മേടിക്കുക. സിംഗപ്പൂരിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ എമൗണ്ട് അല്ല, പക്ഷെ ഇതിലും എന്താ പറയുക, പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. പാവപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂരിയൻസിൽ തന്നെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ റിച്ചാട്ടാ, ആ രീതിക്കാണ് ഉദ്ദേശിച്ചത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ചില കൺട്രിയിൽ പാവപ്പെട്ടവരായിട്ട് അവർ ജീവിക്കും, പക്ഷെ അവരുടെ വാല്യൂ അവർ വേറെ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുമല്ലോ. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഇന്നത്തെ പ്ലാൻ അങ്ങ് വർക്കാവാതെ വീട്ടിലെത്തി. നമുക്കിനി വേറെ ദിവസം ട്രൈ ചെയ്യാം, അല്ലാതെ വേറെ ഓപ്ഷനില്ല. ഇന്ന് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം. പിന്നെന്താ, ഇന്ന് നൈറ്റ് ബാഡ്മിൻ്റൺ കളിയുണ്ട്, കളിക്കാൻ പോകണം. പിന്നെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനുണ്ട് എനിക്ക്. സാധനം ചില നേരത്തെ വർക്കാവുള്ളൂ, ചില നേരത്ത്
ജിമ്മിൽ പോകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഒന്ന് ഇന്നൊരു ട്രയൽ സെക്ഷൻ അടിക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ടൊരു ട്രയൽ സെക്ഷൻ അടിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകണം. നനഞ്ഞ് കിടക്കാണല്ലോ, സൂക്ഷിച്ചെടുത്തില്ലെങ്കിലേ കെട്ടിയും പറഞ്ഞ് വീഴും. ഐസപ്പം പോയിട്ടില്ലല്ലോ. ഈ വണ്ടിയുടെ ഞാൻ ബൈക്ക് വെക്കണതിൻ്റെ അപ്പുറത്ത് ഒരു വണ്ടി കാണുന്നില്ല, നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ ബൈക്ക് ഒരു ഐസ്ക്രീം വിൽക്കുന്ന അപ്പാപ്പൻ്റെ വണ്ടിയാണ്. ഇതില്ലേ ഐസ്ക്രീമിൻ്റെ സെറ്റപ്പ്. ഇത് പുള്ളിക്കാരൻ ഡെയിലി ആ ബൈക്ക് എടുത്തിട്ട് ഐസ്ക്രീം വിൽക്കാനായിട്ട് പോകും. അതായത് ഫ്ലാറ്റുകളുടെ താഴേക്ക് ആയിട്ട് പുള്ളിക്ക് ഒരു ഏരിയ ഉണ്ട്. ഏരിയയിൽ ഒരു ആ ടൈമിൻ്റെ അവിടെ പോയിട്ട് പുള്ളിക്കാരൻ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യും. അത് മേടിക്കാനായിട്ടും പിള്ളേരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു എല്ലാവർക്കും ബായ്.